ലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികളെ അണിനിർത്തണമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. വിവിധ സ്കൂളുകളിൽ ലൈബ്രറി ശാക്തീകരണം, പുസ്തക വിതരണം, അവാർഡ് ദാന ചടങ്ങുകളുടെ ഉദ്ഘാടനം എന്നിവ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷിതാക്കളുടെയും അധ്യാപക സമൂഹത്തിന്റെയും നിതാന്ത ജാഗ്രത ലഹരി വിപത്തിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ പര്യാപ്തമാകുമെന്നും മന്ത്രി പറഞ്ഞു. രക്ഷകർത്താക്കളുടെയും അധ്യാപക സമൂഹത്തിന്റെയും നിതാന്ത ജാഗ്രത ലഹരി വിപത്തിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ പര്യാപ്തമാകും. വായനയും കായികാഭ്യാസവും സഹായ ഘടകങ്ങളാണ്. സ്കൂൾ ലൈബ്രറികൾ വിപുലീകരിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കി. വ്യക്തികൾ മുഖേനയും പുസ്തകങ്ങൾ ശേഖരിച്ചു. ദൈനംദിന വാർത്തകൾ വായനയിലൂടെ അറിയാൻ കുട്ടികൾക്ക് കഴിയണം. ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്താൻ മികച്ച സ്റ്റേഡിയങ്ങളും കായിക പരിശീലനത്തിന് മെച്ചപ്പെട്ട സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുകയാണ്. പരിപാലന ചുമതല അതത് പഞ്ചായത്തുകൾക്കാണെന്നും കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കണം. പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ സുരക്ഷാ ഓഡിറ്റ് യോഗങ്ങൾ നടത്തണം. സ്കൂൾ പരിസരത്തുള്ള താഴ്ന്ന വൈദ്യുതി ലൈനുകൾ വൈദ്യുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. മറ്റ് അപകട സാധ്യതകൾ ഇല്ലാതാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. റോഡ് മുറിച്ചു കിടക്കുന്നത് ഇപ്പൊ ഈ സ്കൂൾ തന്നെ വളരെ വേഗത്തിൽ വണ്ടി വരുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ശ്രദ്ധ വേണം. കുട്ടികൾ അപ്പുറത്താണെങ്കിൽ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്, ഇവിടെ ഈ സ്കൂളും പ്ലസ് ടു എല്ലാം ഉണ്ട്, അല്ല ഉയർന്ന കുട്ടികളുണ്ട്. അപ്പൊ അവിടെ എല്ലാം ക്രോസിംഗ് ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ കാണിക്കുന്നത്. അതിന് കുട്ടികളുടെ തന്നെ വാളണ്ടിയർമാർ വേണം, അധ്യാപകർ വാളണ്ടിയർമാരുണ്ട്. അധ്യാപകർ സാധാരണ എല്ലാ സ്ഥലത്തും രാവിലെ ഒരു ഈ പറഞ്ഞ കുട്ടികളുടെ പ്രവർത്തനങ്ങളും കുട്ടികളും അല്ലെങ്കിൽ അധ്യാപകരായാലും അതിന് സുരക്ഷ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എല്ലാ സ്ഥലത്തും. ഓടനാവട്ടം KRGPM VHSS HSS സ്കൂളുകളിലെ PTA പ്രസിഡന്റ് വിനോദ് എസ്, ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ചെല്ലപ്പൻ, വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R പ്രശാന്ത്, കരിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SS സുവിത, പഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.